ഹലോ, അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി വിഷു. അപ്പോൾ ഞാനിതാ നേരത്തെ തന്നെ കുളിച്ച് സെറ്റായിരിക്കുകയാണ്. ഇവിടെ സമയം ഇപ്പോൾ ഏകദേശം 6 മണി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നോക്കിയാൽ അത്യാവശ്യം നന്നായിട്ട് നേരം വെളുത്തിട്ടുണ്ട്. ഒരു 7 മണി അല്ലെങ്കിൽ 8 മണിയായിട്ടൊരു ഫീൽ ഉണ്ട്. പക്ഷേ 5:45 6 മണി നേരം ആയിട്ടുള്ളൂ. നമ്മൾ കണി വെച്ചിട്ടില്ല, അതുകൊണ്ട് കണി കണ്ടിട്ടില്ല. ഓൺലൈൻ വഴിയാണ് നമ്മൾ കണി കണ്ടത്. 2 അമ്മമാരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കണിയൊക്കെ കണ്ടു. പിന്നെ ഞാൻ വേഗം കുളിച്ചു. അപ്പോൾ നമ്മളിന്നൊരു മിനി സദ്യ സെറ്റാക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്കൊരു 8 മണി 8:30 ആകുമ്പോൾ ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട് ഇവിടെ അടുത്ത്. അപ്പോൾ അവിടെ പോയാൽ അവിടെ കണി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കണി കാണാമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സദ്യയുടെ ഏകദേശം വട്ടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അമ്പലത്തേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ സാമ്പാറിനുള്ള കുക്കറല്ല പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് പാത്രങ്ങളുടെ എണ്ണം പരിമിതമായതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നോരോന്ന് കഴിഞ്ഞിട്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ തന്നെ ഒരു എല്ലാ ഐറ്റംസും ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. സത്യം പറഞ്ഞാൽ സാമ്പാർ, അവിയൽ, ചോറ്, സാമ്പാർ, അവിയൽ, ഒരു ഉപ്പേരി, പിന്നെന്താ ഉപ്പേരി, രസം, പായസം, പപ്പടം, പിന്നെ ചിക്കൻ ഉണ്ടാവും കേട്ടോ. അതുമാണ് ഞങ്ങളുടെ ഒരു ഇന്നത്തെ വിഷുവിൻ്റെ ഒരു മെനു. അതൊക്കെയാണുള്ളത്. അപ്പോൾ അതൊക്കെ വേഗം ഉണ്ടാക്കി വെക്കണം എന്നാണ്. പിന്നെ അവിയൽ ഉണ്ടാക്കാനായിട്ട് നല്ല മുരിങ്ങക്കായ ഞാൻ കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പോൾ ഏട്ടപ്പോൾ ജിമ്മിന് പോണ സമയത്ത് പോയി വരുമ്പോൾ മേടിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഷ്ണങ്ങൾ മുറിക്കാനുണ്ട്. സത്യം പറഞ്ഞത് ഇന്നലെ രാത്രി മുറിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ കല്ലുട്ടി ഫുൾ അലമ്പായ കാരണം ഇന്നലെ ആ പരിപാടിക്ക് നിന്നില്ല കേട്ടോ. അങ്ങനെ അവിയലിൻ്റെ കഷ്ണങ്ങൾ ക്യാരറ്റ്, ബീൻസ്, പയർ, പച്ചക്കായ, പിന്നെ അതിലേക്ക് മുരിങ്ങക്കായും ചേനയും കൂടി അടയുണ്ട്. അപ്പോൾ മുരിങ്ങക്കായ നമുക്ക് കിട്ടിയിട്ടില്ല. മുരിങ്ങക്കായ ഇപ്പോൾ അതാണ് പോയി മേടിച്ച് കൊണ്ടുവരുള്ളൂ. അപ്പോൾ മുരിങ്ങക്കായും കൂടി കിട്ടിയതിന് ശേഷം ലാസ്റ്റ് വയ്ക്കാൻ നേരത്തെ ചേന അരിയിച്ചിട്ടാണ് ഞാൻ ചേന അറിയാത്തത്. കാരണം കൈ ചൊറിഞ്ഞാലൊക്കെ സീനാവില്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്ര ഐറ്റംസ് നമ്മൾ അവിയലിന് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ആയിട്ടുള്ള സാമ്പാറിനുള്ള ചട്ടിയാണ് കേട്ടോ. സാമ്പാറിനുള്ള ചട്ടിയല്ല, ഒരു എല്ലാത്തിനുള്ള ചട്ടിയുണ്ട്. ഓരോന്നോരോന്ന് ഉണ്ടാക്കിയിട്ട് വേണം അങ്ങനെ 1 by 1 ആയിട്ടാണ് നമുക്ക് ഓരോന്ന് ഉണ്ടാക്കാൻ. കാരണം ഈ ഒരു പാത്രം മാത്രമാണ് എന്താ പറയുക എനിക്കുള്ളത് സാധനങ്ങൾ ഉണ്ടാക്കാൻ. അങ്ങനെ നമ്മൾ സാമ്പാറിൻ്റെ ലാസ്റ്റ് പരിപാടിയിലേക്ക് എത്തിയിട്ടാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് ഉപ്പേരി വന്നു, അടുത്തത് അവിയൽ വന്നൊക്കെ ആ സിനിമയിൽ പറയില്ല, അതേപോലെ എല്ലാം ഷടപടയും ചെയ്യണം. മാക്സിമം അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ എല്ലതും ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ കേട്ടോ. പിന്നെ ചിക്കനൊക്കെ ആൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിക്കനൊന്നും ഞാൻ തൊട്ടിട്ടില്ല. കാരണം നമ്മൾ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ വേഗം ചെയ്തു ആ പരിപ്പ് വേവിച്ച കുക്കർ വേഗം കഴുകിയിട്ട് ചോറിന് അരിയിട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ പോണതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ ഒക്കെ സെറ്റാക്കാൻ. അങ്ങനെ സാമ്പാർ ലാസ്റ്റത്തെ തിളയാണ് തിളച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സാമ്പാർ റെഡിയാക്കിയിട്ട് ആ പാത്രം ഒഴിച്ചിട്ട് വേണം അതിലെനിക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ. ഉപ്പേരിക്ക് ഞാൻ ക്യാബേജ് ഒന്നും വേണ്ട പറഞ്ഞു. ഓൾറെഡി നമ്മൾ അവിയലിക്ക് കൊണ്ടുവന്ന പയറും പച്ചക്കായൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, പയറും പച്ചക്കായും കൂടിയും ഒരു ഉപ്പേരി വെച്ചു കേട്ടോ. കല്ലൂച്ചി ആളെ ഇടയ്ക്കൊന്നും നീച്ചായിരുന്നു കേട്ടോ. പിന്നെയും കിടന്നുറങ്ങുകയാണ്. ഇവിടെ നീപ്പിക്കണം, കുളിപ്പിക്കണം, ഒരുപാട് ടാസ്ക് ഉണ്ട്. പിന്നെ അങ്ങോട്ട് കുളിയും മാറ്റിലൊക്കെ പെട്ടെന്നായിരുന്നു. കാരണം ഇവിടെ ഒരു 6 മണി 7 മണി ആകുമ്പോഴേക്കും നല്ല വെയിലാണ്. അപ്പോൾ പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. കുറച്ച് ദൂരം പോകാനും ഉണ്ട് അമ്പലത്തിലേക്ക്. ചൂട് ഭയങ്കരമായിട്ടോ. അപ്പോൾ ഞങ്ങളിത് അമ്പലത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിക്കിട്ട് നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആണ് ഞങ്ങളിന്ന്. ഇതായിരുന്നു കേട്ടോ കല്ലുട്ടിയുടെ ഡ്രസ്സ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇട്ടിട്ട് കാണാൻ. പിന്നെ വേഗം ആൾക്ക് മുടിയൊക്കെ കെട്ടി സുന്ദരമാക്കി കൊടുത്തു. പിന്നെ വേഗം പോയി വരണതാണ് ഞങ്ങളൊരു മൈൻഡ്. കാരണം അത്രയ്ക്ക് വെയിലാട്ടോ, സഹിക്കാൻ പറ്റില്ല നമുക്ക്. അത്യാവശ്യം കുറച്ച് ദൂരം പോകാനുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ 2 പേരും ബ്ലാക്കും. ഈ നട്ടപ്പൊരി വലത്തെ ബ്ലാക്കും ഇടുന്ന ആൾക്കാരും ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. അങ്ങനെ തന്നെ നമ്മൾ അവിടെ എത്തി. അത്യാവശ്യം നല്ലോണം ദൂരം പോകാണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ല, അത് ഒറീസക്കാരുടെ അമ്പലം കേട്ടോ. അതിൻ്റെ നേരെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലം വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളിവിടെ ഇറങ്ങിയപ്പോൾ തന്നെ കല്ലൂട്ടി ഇവിടേക്ക് ഓടിക്കയറി. ഇവിടെ എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല ഓടിക്കയറി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എന്തായാലും അവൾ കയറില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു എന്താ പറയുക അർച്ചനയുടെ ഒരു സാധനം കൂടി എടുത്തു കേട്ടോ. ഈ ഒറീസക്കാരുടെ അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെ ഈ കൃഷ്ണൻ്റെ അമ്പലം. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. കാരണം അവിടെ ചെന്നപ്പോൾ ഒരുപാട് മലയാളീസിനെ കണ്ടു. പൂജ ചെയ്യുന്ന ആളും പൂജാരിയൊക്കെ മലയാളി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നല്ല അടിപൊളി പാൽക്കഞ്ഞി, നല്ല ഇടിച്ചക്കയുടെ ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കല്ലുട്ടിനെ കൊണ്ട് കുറച്ച് മഞ്ചാടിയൊക്കെ വാരിച്ചു. പിന്നെ അർച്ചനയത്തെ പ്രസാദമൊക്കെ വാങ്ങിച്ചു നേരെ വീട്ടിലേക്ക് വിളിച്ചു കേട്ടോ. കാരണം വെയിൽ ചൂടാവുന്നതിന് മുന്നേ വേഗം വീട്ടിലെത്താനുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ പിന്നെ പായസം ഉണ്ടാക്കലും അതേപോലെ ചിക്കൻ കറി ഉണ്ടാക്കലായിരുന്നു പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം അതിലോട്ടുണ്ട് കടന്നു കേട്ടോ. ചൂട് കാരണം അടുക്കളയിലൊന്നും നിൽക്കാൻ വയ്യ. പിന്നെ നമ്മൾ വേഗം തന്നെ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു. കാരണം നമ്മൾ 3:30 പള്ളിച്ചട്ടമ്പി ഫിലിം ഇവിടെ ഇറങ്ങുന്നുണ്ട്. അത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാമെന്നുള്ളൊരു പരിപാടിയിൽ വേഗം ഫുഡ് കഴിക്കുക, വേഗം പോകാമെന്നുള്ളൊരു മൈൻഡായിരുന്നു. അങ്ങനെ ചിക്കനായി, അവിയലായി, സാമ്പാറായി, പപ്പടമായി, എല്ലാതും ആയിട്ടോ. ഒരു ഓൾമോസ്റ്റ് രസമെല്ലാം ആയി.
പക്ഷേ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും കൂടി ഒപ്പിരുന്ന് ഒരു ഇലയിരുന്ന് കഴിക്കുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അതില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് വിഷുവിന് ഓണത്തിനൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഇല കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പ്ലേറ്റിലാണ് കഴിച്ചത്. പിന്നെ എന്ത് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം നമ്മൾ മാളിലേക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു. കാരണം നമ്മൾ പള്ളിച്ചട്ടമ്പി ഫിലിം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിവിടെ ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ 3:20 പടം, ഞങ്ങളൊരു 5 മിനിറ്റ് ലേറ്റായി. അങ്ങനെ വേഗം കുറച്ച് പോപ്കോൺ വാങ്ങിച്ചിട്ട് വേഗം തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി. അപ്പോഴേക്കും ജസ്റ്റ് പടം സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി പടാട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ മൂവി ഇവിടെ ഇറങ്ങുമെന്ന് തീരെ വിചാരിച്ചിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ എന്താ പറയുക, ജാർഖണ്ഡിലുള്ള ലാസ്റ്റത്തെ മാളിലേക്കുള്ള വരവാട്ടത്. കാരണം നമ്മൾ 23 പോവാണ് നാട്ടിലേക്ക്. അപ്പോൾ ലാസ്റ്റ് വരവായിരിക്കും മാളിലേക്ക്. അങ്ങനെ കുറച്ച് നേരം ഫിലിമൊക്കെ കണ്ടു, അടിപൊളി ഫിലിമായിരുന്നു. പിന്നെ മാളൊക്കെ ഒന്ന് കറങ്ങി, ഇനി ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ ജസ്റ്റ് മാളൊക്കെ ഒന്ന് കറങ്ങി നേരെ പോന്നു. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഒരു ഗ്ലാസ് പായസം, 2 പപ്പടം, ഒരു പഴമൊക്കെ കൂട്ടി ഒരു പിടിയങ്ങ് പിടിച്ചു. അങ്ങനെ ഈ വശത്ത് ഞങ്ങളുടെ കുഞ്ഞു വിഷു കഴിഞ്ഞു കേട്ടോ.